ഫ്രാൻസിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്തൊക്കെയാണ് തോന്നിയിരിക്കുന്നത്? നാട്ടിൽ കുറച്ചും കൂടെ ഒരു തിയറിറ്റിക്കൽ നോളജ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ മോർ ഓഫ് ഇപ്പോൾ ഒരു ഭയങ്കര നമുക്കിവിടെ ഒരു സ്ട്രക്ചറുണ്ട്, ഇന്ന രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പോൾ നല്ല നമുക്ക് ബുക്സ് ഉണ്ട്. പക്ഷെ അവിടെ കുറേയും കൂടെ ഇപ്പോൾ ഞാൻ രണ്ട് രീതിയിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ആസ് എ ടീച്ചർ ആൻഡ് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ക്ലാസ്സസ് എടുക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ മോർ ഓഫ് അവർക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കൊരു പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എങ്ങനെ മാനേജ് ചെയ്യും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ഈവൻ ഒരു ബാച്ചിലർ സ്റ്റുഡൻസ് തൊട്ട് ആ ഒരു രീതിയിലാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. റിട്ടൺ എക്സാം ഇമ്പോർട്ടൻ്റ് അല്ല അവിടെ. അപ്പം റിട്ടൺ എക്സാംസ് മസ്റ്റായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. പക്ഷേ ബാക്കിയെല്ലാം മോർ ഓഫ് അവരുടെ ക്ലാസ്സിലെ പെർഫോമൻസ് ആൻഡ് ക്ലാസ്സിൽ അവരുടെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് കണ്ടത്. അവിടെ ഒരു ഭയങ്കരമായിട്ട് തിയറി ഫോക്കസ്ഡ് അല്ല, കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ ആ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ജോലി ഇതിൽ എങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻലി അവിടെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ഫ്രാൻസിലെ ഒരു ക്ലാസ് ടൈമിങ്സ് പലപ്പോഴും പ്രശ്നമാവാറുണ്ടെന്ന് കുട്ടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ എപ്പോഴും പറയാറുണ്ട്. സോ ഇസ് ദാറ്റ് എ റിയാലിറ്റി? ലൈക്ക് പഠിത്തത്തിൻ്റെ ടൈം ഭയങ്കര കൂടുതലാണോ? പാർട്ട് ടൈമിന് സമയം കിട്ടത്തില്ലേ? അപ്പം ഞാൻ UK കേട്ടിട്ടുള്ള കാര്യം, ആഴ്ചയിൽ 2 ദിവസമാണ് അവർക്ക് ക്ലാസ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ കുറേയും കൂടെ സമയം കിട്ടുന്നുണ്ട്. പക്ഷെ ഫ്രാൻസിൽ നോട്ട് ജസ്റ്റ് ടോപ്പ് സ്കൂൾസ്, അല്ലാത്ത സ്കൂൾസിലും ക്ലാസ് മോസ്റ്റ്ലി എല്ലാ ദിവസവും ഉണ്ട്. അതും ഡിപ്പെൻസ് ആണ്. അവിടെ എല്ലാം നമ്മുടെ ഈ ലെക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ ടൈമിംഗ് വെച്ചിട്ടാണ് ഇവർ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ക്യാൻ വേരി ഓൾസോ. അപ്പോൾ ഈ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളത് ചിലപ്പം ക്ലാസ് തുടങ്ങാനായിട്ട് 2 മണിയാവും. സോ 2 to 8 ആയിരിക്കും ചിലപ്പം ക്ലാസ്. അപ്പം നമുക്ക് ഒരിക്കലും നേരത്തെ ചിലപ്പം 2 വീക്സ് മുമ്പൊക്കെ നമുക്ക് ടൈം ടേബിൾ കിട്ടാമായിരിക്കാം. പക്ഷെ എന്നാലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതൊക്കെയാണ് ഈ പാർട്ട് ടൈമിനെ കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അവർക്ക് ഇപ്പം ജോലിക്ക് പോകുമ്പോൾ ഒരു ടൈം ഉണ്ടല്ലോ, ഇന്ന സമയം തൊട്ട് ഇന്ന വരെയെന്ന്. അപ്പം ക്ലാസ്സും ഇതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസണും കൂടെ ഇതാണ്. ക്ലാസ് ടൈമിങ് കുറച്ച് കൂടുതലാണ്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ ചില സമയത്ത് മോർണിംഗ് 8 to രാത്രി 8 വരെ. അത് നമ്മുടെ നാട്ടിൽ പോലും ഇല്ല, പക്ഷെ അവിടെയൊക്കെ അങ്ങനെയും ക്ലാസ്സസ് ഉണ്ട്. അത് മോസ്റ്റ്ലി ഈ പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ ഒരു അവൈലബിലിറ്റി വെച്ചിട്ടാണ് അവർ ക്ലാസ് തരുന്നത്. പിന്നെ ഒരു കാര്യം, അത് എല്ലാ കോളേജസിലും സെയിം ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ദിവസം നമ്മളെ 5 സബ്ജക്റ്റും പഠിപ്പിക്കും. അവിടെ പക്ഷേ 2 കോഴ്സ് ആണെങ്കിൽ ആ 2 കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്ത് അവരുടെ എക്സാംസും കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് 2 കോഴ്സ് അവരെ. അപ്പം അതൊരു ബ്രേക്ക് ചെയ്താണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഈ ഫ്രാൻസിൽ ആക്ച്വലി അസൈൻമെന്റ് എഴുതി വെച്ച് നമുക്ക് പാസ്സാകാൻ പറ്റുമോ? എക്സാംസ് ഉണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു ഇവാലുവേഷൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടൺ എക്സാം അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അത് സബ്ജക്ട്സ് വേരി ചെയ്തിരിക്കും. ചില സബ്ജക്ട്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിട്ടൺ എക്സാം വേണം എന്നുള്ളതുണ്ട്. ചിലതിന് ജസ്റ്റ് ക്ലാസ്സിൽ ഒരു പെർഫോമൻസ് ആൻഡ് ഇടയ്ക്കുള്ള അവരുടെ പ്രൊജക്ട്സ് കാര്യങ്ങൾ, പിന്നെ ലാസ്റ്റ് ഒരു ഫൈനൽ പ്രസൻറ്റേഷൻ കാണും. അത് ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കാര്യങ്ങളോ ഒക്കെ പറ്റി അവർ സ്റ്റുഡൻസ്, അത് ഗ്രൂപ്പ് പ്രൊജക്ട്സ് ആയിരിക്കും മെയിനായിട്ട്. അപ്പം അങ്ങനെ അവർക്ക് ഇപ്പം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ, ആ ഒരു ഗ്രൂപ്പ് വർക്ക് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ എഴുതി തന്നെ എക്സാം അങ്ങനെയില്ല. പക്ഷെ അങ്ങനെയുള്ള സബ്ജക്ട്സും ഉണ്ട്.